റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സർ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയോ, സർ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ ഇത്ര ബാലൻസ് കാണുകയല്ല, ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്രം എക്സ്പീരിയൻസ് ഇപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ശരിക്കും ഒരു റീഇൻവെസ്റ്റ് ചെയ്യണം? കാരണം മസ്റ്റായിട്ടും ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൽ എത്ര പെർസെൻറ്റേജ് വരെ റീഇൻവെസ്റ്റ് ചെയ്യണം? പെർസെൻറ്റേജ് ഞാൻ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു സാധ്യത മുന്നോട്ടുണ്ടെങ്കിൽ, ചില ബിസിനസ്സുകൾക്ക് ഡീഗ്രോയിങ് ആണ് വാസ്തവത്തിൽ. അത്തരം ബിസിനസ്സുകൾ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ബെറ്റർ നമ്മൾ ചിലപ്പം ഡൈവേഴ്സിഫിക്കേഷൻ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ ആയിരിക്കുന്ന മേഖലയിൽ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റീഇൻവെസ്റ്റ്മെൻറ്റിന് മുഖ്യ പ്രാധാന്യം കൊടുക്കണം. പലപ്പോഴും എനിക്ക് തോന്നുന്നു സംഭവിക്കുന്നത്, നമ്മളൊരു നല്ല ബിസിനസ് നിൽക്കുമ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു തോട്ടിൽ വല്ലാതെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഫണ്ട് കൊണ്ടുപോകും. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഫണ്ടിൻ്റെ ഇഷ്യൂ വരും, റൊട്ടേഷൻ ബാധിക്കും, നമ്മുടെ സപ്ലൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും. കാലക്രമേണ എക്സിസ്റ്റിംഗ് ബിസിനസ് വല്ലാതെ അങ്ങ് ഷ്രിങ്ക് ചെയ്യും. പുതിയ ഉദ്ദേശിച്ച ബിസിനസ് നന്നായി ഫ്ലറിഷ് ചെയ്ത് വന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇവഞ്ച്വലി നമ്മൾ അതിലേക്ക് പോകുന്നു. അപ്പം ഇതിൽ തന്നെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, നമ്മുടെ പറമ്പിൽ ഒരു നിധി ഉണ്ടെങ്കിൽ അവിടെ കുഴിക്കണ്ടേ, അവിടെ കുഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ആ പ്രിൻസിപ്പിളാണ്.